Yes, all these years of research and design. ഡാ ഈ എന്താ ആടെ വായി നോക്കിക്കണ്? ഇതാ എന്റെ ഫോണിന്റെ ലോഞ്ചല്ലേ, ഈ എന്താ അവിടെ ആടെ ചെല്ലി. എന്റെ സൂക്ഷിച്ച് നോക്ക്, സുംസും അമ്മാവാ ഇങ്ങട്ട്. Brand new design, the brand new look, everything is. അതെന്റെ ഡിസൈനിൽ അവര് സ്വന്തമായിട്ട് ഇറക്കി. അത് ആപ്പിള്, ഓ ആപ്പിള് കോപ്പി അടിച്ചല്ലേ, കണക്കായി പോയി. Brand new. ഇവന്മാര് ഇവിടെ എത്തിയോ? കുറച്ചോ ഇതിപ്പോ കോപ്പടിച്ച ഡിസൈൻ ഇവന്മാര് പറഞ്ഞു വരത്തുമല്ലോ. യെസ് യെസ്, ബ്രാൻഡ് ന്യൂ. യെസ്, ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് ഈവനിങ്. പറഞ്ഞോട് ഇവന്മാര് പറഞ്ഞു പറ്റുന്നത് കോപ്പടിച്ചിട്ട്. യെസ്, ആകെ ഉണ്ടായിരുന്നത് ആ ഒരു ഡിസൈൻ ആയിരുന്നു. ഇപ്പൊ അതും പോയി. കർമ്മഫലം അല്ല, അങ്ങനെയല്ല, ആരോ ചെയ്ത കർമ്മത്തിന്റെ ഫലം എന്ന് പറയാ. അതെ അതെ, കർമ്മഫലം തന്നെ. സത്യങ്ങളൊക്കെ വെളിച്ചത്തായി. അതുപോട്ടെ, ഇത്തവണ നീ ഇറക്കിയ ഡിസൈനോ എഡ്ജിന്റെ? അത് പിന്നെ അവർക്ക് മാത്രമല്ലല്ലോ, നമുക്കുണ്ടല്ലോ ഡിസൈൻ ചെയ്യും. അപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് ടീം ഡെവലപ്പ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. കോപ്പിടിച്ചാരി ഈ പട്ടി അറിഞ്ഞോ? എല്ലാം കണക്ക് തന്നെ, ഒക്കെ കോപ്പിടിന്റെ ആശാമാരാ. എങ്ങനെ? അത് പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഹാൻഡ് ഫീൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തപ്പം ആപ്പിളിന്റെ പോലെ എന്താ പറയുക, ഇൻഹാൻഡ് ഫീൽ വന്നതും ആ ഒരു ഫ്രെയിമിന്റെ എഡ്ജൊക്കെ ഒന്ന് റൗണ്ട് ആയതും ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മള് കോപ്പി അടിച്ചാന്ന് ഞങ്ങൾ പറയണത്. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത തവണ ആപ്പിള് നല്ലൊരു ഡിസൈൻ ഇറക്കി കോപ്പി അടിക്കാന്നുള്ള ഡിസൈൻ കോപ്പി അടിക്കുക അല്ല, ആപ്പിള് നല്ല ഡിസൈൻ ഇറക്കിയാൽ നമുക്ക് അതിന് ഇൻസ്പയർഡ് ആയിട്ട് പുതിയ സാധനം ഇറക്കാം. ഇതാണ് ഞാൻ പുതിയ ഡിസൈൻ ഇറക്കാത്തത്. അതാവുമ്പോ ബാക്കിയുള്ളവർ കോപ്പി അടിക്കുമ്പോൾ ഒരു നഷ്ടബോധം വരില്ലല്ലോ. Yes, we are the first one who introduced this design, the slimmest phone. Yes, we are the best ever. Yes. അങ്ങനെ ആശ്വസിക്കാം. ശരി, എന്നാ അങ്ങനെ ആശ്വസിക്കാം. അതെന്നെ എല്ലാ എന്ത് ചെയ്യാനാ.